നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം ആരംഭിക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം പുനരാരംഭിച്ചു. കലോത്സവം നടക്കുന്നത് ഇന്നും നാളെയുമായി മാള ഹോളി ഗ്രേസിൽ. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. മോഷണം നടന്ന് 3-ാം ദിവസമായിട്ടും പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞില്ല. ആലുവയിൽ നിന്ന് 1 മാസം പ്രായമായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 ഇതര സംസ്ഥാനക്കാർ പിടിയിൽ. അസം സ്വദേശികളായ റിങ്കി, സുഹൃത്ത് റാഷിദുൽ ഹഖ് എന്നിവരാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം ഇന്നും നാളെയുമായി മാള ഹോളി ഗ്രേസിൽ നടക്കുകയാണ്. സംഘാടനത്തിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. രാവിലെ 9 മുതൽ 5 വരെ മത്സരങ്ങൾ നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ജനുവരി 28-ന് KSU SFI സംഘർഷത്തെ തുടർന്നാണ് കലോത്സവം നിർത്തിവെച്ചത്. തുടർന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കർശന നിയന്ത്രണത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. സംഘാടനത്തിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി 18 ഇനങ്ങളിലെ മത്സരങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത്. മത്സരങ്ങൾ ഈ മാസം 6-ന് നടത്താൻ സർവകലാശാലയും സംഘാടകരും തീരുമാനിച്ചെങ്കിലും കോടതി നിർദ്ദേശം ലഭിക്കാത്തതിനാൽ പോലീസ് ഇടപെട്ട് തടഞ്ഞു. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ 5 വേദികളിൽ രാവിലെ 9 മുതൽ 5 വരെ മത്സരങ്ങൾ നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. പകൽ മാത്രം നടത്താൻ നിർദ്ദേശിച്ചതിനാലാണ് 2 ദിവസത്തേക്ക് മത്സരം നീണ്ടുപോയത്. മത്സരാർത്ഥികളെയും കൂടെ വരുന്നവരെയും പോലീസ് നിരീക്ഷിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തും. കലാലയത്തിന്റെ എല്ലാ ഭാഗത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രവേശിക്കുന്നതും പുറത്തേക്ക് കടക്കുന്നതും പോലീസ് നിശ്ചയിക്കുന്ന വഴിയിലൂടെ മാത്രമായിരിക്കും. ജില്ലാ റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനം കോടതി അംഗീകരിച്ചതോടെയാണ് കലോത്സവത്തിന്റെ നിയന്ത്രണം പോലീസിലേക്ക് മാറ്റിയത്. അതിനിടെ സംഘർഷത്തിലുൾപ്പെട്ട് പ്രതിപട്ടികയിലുണ്ടായിരുന്ന 6-ാം പ്രതി SFI പ്രവർത്തകൻ അഷ്റഫ് കലോത്സവ വേദിയിലെത്തിയത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇയാളെ പോലീസ് പിടികൂടാനെത്തിയപ്പോൾ മതിൽ ചാടി പ്രതി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതുമായി സംഘർഷത്തിൽ ഡി-സോണിന്റെ മുൻ സംഘർഷവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രതികളും, അതിപ്പോൾ SFIയുടെ ആണെങ്കിലും KSUവിൻ്റെ ആണെങ്കിലും ഈ പരിപാടിയെ അലങ്കോലമാക്കുന്ന രീതിയിലേക്ക് ആ പ്രതികൾ ഈ ക്യാമ്പസിനകത്തോ അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടോ വരാൻ പാടില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും നമ്മളത് KSUവിൻ്റെ ഭാഗത്ത് അനുസരിക്കാൻ തയ്യാറായെങ്കിലും ഇന്ന് 308 പ്രകാരം കേസെടുത്ത SFI നേതാവ് അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ ക്യാമ്പസിനകത്ത് സധൈര്യം കാലുകുത്തുകയും പോലീസിൻ്റെ ഒത്താശയോടുകൂടെ ഈ ക്യാമ്പസിൽ സുഖമായി വിലസുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളത് കാണുകയും പോലീസിൻ്റെ അടുത്ത്, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അടുത്തും നിരന്തരമായി സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ പോലീസിൻ്റെ പണി നിങ്ങൾ ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഈ ക്യാമ്പസിൽ നിന്ന് ചെരുപ്പൂരി, അവൻ്റെ വസ്ത്രം ഊരി പറമ്പ് വഴി ഓടാനുള്ള എല്ലാ ഒത്താശ ചെയ്തിരിക്കുകയാണ് കേരള പോലീസ്. ഇതിൽ ശക്തമായ പ്രതിഷേധം KSUവിൻ്റെ ഭാഗത്തുനിന്ന് രേഖപ്പെടുത്തുകയാണ്. മീഡിയ ടൈം മാള. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. മോഷണം നടന്ന് 3-ാം ദിവസമായിട്ടും പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മോഷ്ടാവ് സഞ്ചരിച്ചത് TVS എൻഡോർഗ് സ്കൂട്ടറിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എൻഡോർഗ് സ്കൂട്ടർ തൃശൂർ ജില്ലയിൽ മാത്രം 10,000-ലേറെയാണ്. അതുകൊണ്ട് പ്രതിയെ കണ്ടുപിടിക്കുക എന്നത് വലിയ കടമ്പയാണ്. ജില്ലയിൽ എൻഡോർഗ് സ്കൂട്ടർ ഉള്ളവരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പട്ടാപ്പകൽ ബാങ്കിലെത്തി വെറുമൊരു കത്തി കാണിച്ച് 3 മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. 47 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷം മാത്രം എടുത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ബാക്കിയാവുന്നു. മുൻ പരിചയമില്ലാത്ത ആൾക്ക് 3 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി പുറത്തിറങ്ങാനാകുമോ എന്ന സംശയവുമുണ്ട്. മോഷണത്തിന് ശേഷം പ്രതി എങ്ങോട്ട് പോയി എന്നതിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ബാങ്കിൽ നിന്നിറങ്ങിയ മോഷ്ടാവ് ചാലക്കുടി ടൗൺ ഭാഗത്തേക്കാണ് പോയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അങ്കമാലി, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന ഊർജിതപ്പെടുത്തിയിരുന്നു. എന്നാൽ അവിടങ്ങളിലേക്ക് പ്രതി എത്തിയിട്ടില്ലെന്ന് രാത്രി വൈകിയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. മോഷണം നടന്ന ബാങ്കിന് 2 കിലോമീറ്റർ അകലെയുള്ള
സുന്ദരകവലയിൽ വെച്ചാണ് മോഷ്ടാവ് അപ്രത്യക്ഷനായത്. അവിടെ നിന്ന് ചെറു റോഡുകൾ വഴി കൊടുങ്ങല്ലൂരിലേക്ക് കടക്കാവുന്നതാണ്. പ്രതി തൃശൂരിലേക്ക് എത്തിയതായും സംശയിക്കുന്നുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. ആലുവയിൽ നിന്ന് 1 മാസം പ്രായമായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 ഇതര സംസ്ഥാനക്കാർ പിടിയിൽ. അസം സ്വദേശികളായ റിങ്കി, സുഹൃത്ത് റാഷിദുൽ ഹഖ് എന്നിവരാണ് പിടിയിലായത്. കുട്ടിയുമായി അസാമിലേക്ക് കടക്കാനായിരുന്നു പ്രതികളുടെ ശ്രമമെന്ന് പോലീസ് അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് ബീഹാർ സ്വദേശിനിയുടെ 1 മാസം പ്രായമായ കുട്ടിയെ അസം സ്വദേശികളായ റിങ്കി, സുഹൃത്ത് റാഷിദുൽ ഹഖ് എന്നിവർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയെ മോചിപ്പിക്കാൻ 70,000 രൂപയും ആവശ്യപ്പെട്ടു. തുടർന്ന് 8 മണിയോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, എയർപോർട്ട് പരിസരം തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രാത്രി 10 മണിയോടെ പ്രതികളെ പിടികൂടുകയായിരുന്നു. കുട്ടിയുമായി അസാമിലേക്ക് കടക്കാനായിരുന്നു പ്രതികളുടെ ശ്രമമെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, ആലുവ. മാള പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ 16 ഭൂരഹിതർക്കുള്ള ഭൂമി കൈമാറ്റ രേഖകൾ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ മഷ് ഏറെ മനസ്സിൻ്റെ ആഴത്തിലേക്കുള്ള ആ പരിവർത്തനം നമ്മളെ എല്ലാവർക്കും അത് കണ്ടുപിടിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾക്കറിയാം, നമ്മുടെ സ്ഥലം വലുതാവുന്നില്ല, ജനങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ തിങ്ങിപ്പറക്കുന്ന ഏരിയകളിലേക്ക് വീട് ഇല്ലാത്തവർക്ക് വീട് വയ്ക്കുന്നത് 4 സെന്റ് വീതം അവർക്ക് ഭൂമി ഇന്ന് 16 പേർക്കുള്ള രേഖകളാണ് ഇവിടെ കൈമാറിയത്. ഇനി അവർക്ക് ഒരു വീടാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വീടും അതേപോലെ അസുഖമായും ഭക്ഷണമില്ലാതെയും ജോലിയില്ലാതെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒട്ടനവധി പേർ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിലൂടെ സ്ഥലവും വീടും കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നും അത് നമുക്ക് ഇനിയും ആളുകളുണ്ട് എത്താൻ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് 4 സെന്റ് സ്ഥലം വീഴുന്നവർക്ക് രേഖയോടടക്കം കൊടുത്തുകൊണ്ട് വീട് വയ്ക്കുന്നതിന് സ്ഥലം ഇല്ലാത്തവർക്ക് വീട് വയ്ക്കാമെന്നുള്ള ആ ഒരു പദ്ധതിയിലേക്ക് എത്തുമ്പോൾ ഒട്ടനവധി വീടുകൾ 1200-ലധികം വീടുകൾ കൊടുക്കാനായിട്ട് സാധിച്ചു പീപ്പിൾ ഫൗണ്ടേഷന്. അതേപോലെ മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയായിക്കൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ ഇവരെ കൂട്ടമായിക്കൊണ്ട് ഐക്യകണ്ഠേന. ജമായത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ PA ഷമീർ സജാദ് ഭൂമിരേഖ കൈമാറ്റം നടത്തി. ഡയറക്ടർ ഇസ്മായിൽ ടി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ കോർഡിനേറ്റർ ഫസൽ കാദിക്കോട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം സിന്ധു അശോക്, കേരള ദലിത് ആദിവാസി ലോയേഴ്സ് ഫോറം സംസ്ഥാന കോർഡിനേറ്റർ CK രാധാകൃഷ്ണൻ, മാരേക്കാട് മഹൽ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടമുഖത്ത്, മാള IST ചെയർമാൻ TM ഇർസാദുർ റഹ്മാൻ, വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി സയ്യിദ മുഹമ്മദ് അലി, KA സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഇഞ്ചക്കുണ്ടിൽ മ്ലാവ് കുറുകെ ചാടി ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളായ കോരേച്ചാൽ സ്വദേശി വെള്ളാന്തര വീട്ടിൽ പങ്കജാക്ഷൻ, ഭാര്യ സുധ എന്നിവർക്കാണ് പരിക്കേറ്റത്. തോളല് പൊട്ടിയ പങ്കജാക്ഷനെയും തലയ്ക്കും കൈക്കും പരിക്കേറ്റ സുധയെയും മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5:30 അപകടം. കാരിക്കുളത്തെ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോകുന്നതിനിടയിൽ റോഡിന് കുറുകെ ചാടിയ മ്ലാവ് ബൈക്കിൽ വന്നിരിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ചാലക്കുടിയിലേക്ക് കുങ്കിയാനയും യൂക്കാലി മരങ്ങളും ഞായറാഴ്ച എത്തും. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടി ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കുന്ന ദൗത്യത്തിനുള്ള കുങ്കിയാന സംഘത്തിലെ ആദ്യത്തെ കുങ്കിയാനയും കോടനാട് ആനക്കൂട് ബലപ്പെടുത്താനായുള്ള യൂക്കാലി മരങ്ങളുമാണ് ഞായറാഴ്ച എത്തുന്നത്. കുങ്കിയാന അതിരപ്പള്ളിയിലും യൂക്കാലി മരങ്ങൾ കോടനാടുമാണ് എത്തിക്കുന്നത്. ഞായർ പുലർച്ചെയോടെ കുങ്കിയാനയെ ലോറി മാർഗം അതിരപ്പള്ളിയിലെത്തിക്കും. സംഘത്തിലെ ബാക്കിയുള്ള കുങ്കിയാനങ്ങളെ തിങ്കളാഴ്ച കൊണ്ടുവരും. വയനാട്ടിൽ നിന്നുള്ള RRD സംഘവും കൂടുപണിയുന്ന വിദഗ്ധ സംഘവും ഞായറാഴ്ച വരും. കൂടിന്റെ ബലം ഉറപ്പാക്കി കഴിഞ്ഞാൽ ഉടൻ ആനയ്ക്ക് മയക്കുവെടി നൽകി കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാടുള്ള ആനക്കൂട്ടിലെത്തിക്കാനാണ് പദ്ധതി. മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് മയക്കുവെടി നൽകി വരുതിയിലാക്കി കോടനാട് ആനക്കൂട്ടിലെത്തിച്ച് പരിചരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ആനയ്ക്ക് മയക്കുവെടി നൽകി വനത്തിൽ നിന്നും കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാടുള്ള ആനക്കൂട്ടിലെത്തിക്കും. തുടർന്ന് മുറിവുണങ്ങുന്നതുവരെ ചികിത്സ നൽകും.
ജനുവരി 24-ന് ആനയ്ക്ക് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരുന്നു. എന്നാൽ മുറിവുണങ്ങാതെ വന്നതോടെയാണ് വീണ്ടും ചികിത്സ നൽകാൻ ഒരുങ്ങുന്നത്. രണ്ടാം തവണ മയക്കുവെടി നൽകുന്നത് വെല്ലുവിളിയാണെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. മുറിവുണങ്ങാത്തതും ചികിത്സ നൽകാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാലുമാണ് വീണ്ടും മയക്കുവെടി നൽകാൻ ഒരുങ്ങുന്നത്. ആന ഭക്ഷണവും വെള്ളവും എടുക്കുന്നുണ്ട്. എന്നാൽ ആന ക്ഷീണിതനുമാണ്. ഈ സാഹചര്യത്തിലാണ് ആനയെ പിടികൂടി തുടർ ചികിത്സ നൽകാമെന്ന തീരുമാനത്തിലെത്തിയത്. ചികിത്സയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ അരുൺ സക്കറിയ, വാഴച്ചാൽ DFO R ലക്ഷ്മി എന്നിവരടങ്ങിയ സംഘം കോടനാടെത്തി ആനക്കൂട് പരിശോധന നടത്തി. കൂടിന് ബലക്കുറവുള്ളതായി പരിശോധനയിൽ ബോധ്യപ്പെട്ടു. ആനക്കൂടിന്റെ തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ദേവികുളം റേഞ്ചിൽ നിന്നും യൂക്കാലി മരങ്ങൾ മാർക്ക് ചെയ്ത് വെട്ടിത്തുടങ്ങി. മുറിച്ച മരങ്ങൾ ഞായറാഴ്ച അതിരപ്പള്ളിയിലെത്തിക്കും. നിലവിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന ഏഴാറ്റുമുഖം വനമേഖലയിലാണുള്ളത്. കൊമ്പന്മാർ തമ്മിൽ കൊമ്പ് കോർത്തപ്പോഴാണ് മസ്തകത്തിൽ മുറിവേറ്റതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം പുനരാരംഭിച്ചു. കലോത്സവം നടക്കുന്നത് ഇന്നും നാളെയുമായി മാള ഹോളി ഗ്രേസിൽ. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. മോഷണം നടന്ന് 3-ാം ദിവസമായിട്ടും പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞില്ല. ആലുവയിൽ നിന്ന് 1 മാസം പ്രായമായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 ഇതര സംസ്ഥാനക്കാർ പിടിയിൽ. അസം സ്വദേശികളായ റിങ്കി, സുഹൃത്ത് റാഷിദുൽ ഹഖ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.